ചരിത്രം കുറിച്ച് നാസയുടെ ആർട്ടമിസ് 2 ദൌത്യ സംഘം ഭൂമിയിൽ മടങ്ങിയെത്തി. പസഫിക് സമുദ്രത്തിലെ സാന്റിയാഗോ തീരത്താണ് ഒറിയോൺ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. സുരക്ഷിതരായി മടങ്ങിയെത്തിയ സംഘാംഗങ്ങളെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റി. ഒൻപത് ദിവസവും 1 മണിക്കൂറും 31 മിനിറ്റും 35 സെക്കൻഡും പിന്നിട്ട് പസഫിക് സമുദ്രത്തിന്റെ നീലത്തിരമാലകളിൽ രാവിലെ 5:37 ഓറിയോൺ പേടകം പതിച്ചു. ചരിത്രം വഴിമാറിയ ആ അതുല്യ നിമിഷത്തെ ലോകം കണ്ണിമ ചിമ്മാതെ കണ്ടു. അരനൂറ്റാണ്ടിനിപ്പുറം ചന്ദ്രനെ ചുറ്റിയെന്ന പെരുമ സ്വന്തമാക്കിയാണ് റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കുക്ക്, ജെർമി ഹാൻസൺ എന്നിവർ ഭൂമിയെ തൊട്ടത്. കാതങ്ങൾ താണ്ടി ചന്ദ്രനെ ചുറ്റിയ പേടകം പുലർച്ചെ 5:07 ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. പിന്നെ മണിക്കൂറിൽ 40,000 കിലോമീറ്റർ എന്ന മിന്നൽ വേഗത്തിൽ ഭൂമിയിലേക്ക് പേടകം കുതിച്ചു. 2800 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ തീഗോളം പോലെ അപ്പോൾ ചുട്ടുപൊള്ളിയ പേടകത്തിലെ യാത്രികർക്ക് അത്യാധുനിക ഹീറ്റ് ഷീൽഡുകൾ രക്ഷാകവചമായി. കൃത്യം 5:37 ചിറകുകൾ പോലെ വിരിഞ്ഞ പാരച്യൂട്ടിലേറി പേടകം പസഫിക് സമുദ്രത്തിൽ പതിച്ച സ്പ്ലാഷ് ഡൌൺ. യാത്രികരെയും കാത്ത് സർവസജ്ജരായി നിന്ന അമേരിക്കൻ നേവിയുടെ USS ജോൺ പി മുർത്ത കപ്പലും നാവികരും രക്ഷാദൌത്യം ഏറ്റെടുത്തു. എയർലിഫ്റ്റ് വഴി ദൗത്യസംഘം പിന്നെ കപ്പലിലേക്ക്. The mission is over, but aboard the Navy helicopters, let's go to Megan Cruz aboard the USS John P. Murtha, who will take it from here. അഭിമാന കുതിപ്പ് നടത്തിയവർക്ക് ഊഷ്മള വരവേൽപ്പ്. Hello to you too, Christina. Yes, welcome back. Welcome home. വിശദമായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ചരിത്രം തൊട്ടവരെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.